ട്രംപിനെതിരെ മത്സരിക്കാൻ തക്ക ശാരീരിക ക്ഷമതയില്ലെന്ന് കണ്ട് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇലക്ഷനിൽ നിന്ന് പിന്മാറുകയാണോ? ബൈഡൻ എന്ന വൻമരം വീഴുകയാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. ആര് പറഞ്ഞാലും പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ താൻ തന്നെ മത്സരിക്കുമെന്ന് കട്ടായം പറഞ്ഞ 81 വയസ്സുകാരന്റെ പിടിവാശി ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇല്ലാതായി? ആരോഗ്യ പ്രശ്നങ്ങളാണോ കാരണം, അതോ മറ്റെന്തെങ്കിലുമോ? നമുക്ക് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് ജോ ബൈഡൻ ആലോചന നടത്തുന്നു എന്നത് ഉറപ്പാണ്. സ്വന്തം പാർട്ടിക്കാരിൽ നിന്ന്, അതായത് ഡെമോക്രാറ്റുകൾക്ക് ഉള്ളിൽ നിന്ന് നേരിടുന്ന കടുത്ത സമ്മർദ്ദമാണ് ഈ ആലോചനയ്ക്ക് പിന്നിൽ. ഒപ്പം അനാരോഗ്യവും ഈയടുത്ത് കോവിഡ് പോസിറ്റീവ് ആയതും ബൈഡന് തിരിച്ചടിയായി. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്കും സ്പീക്കർ നാൻസി പെലോസിക്കും ബൈഡന്റെ വിജയത്തെക്കുറിച്ച് നല്ല ആശങ്കയുണ്ട്. ഇരുവരും അക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. വിജയത്തിലേക്കുള്ള ബൈഡന്റെ വഴി നന്ദി ചുരുങ്ങിപ്പോയെന്നാണ് ഒബാമ പറഞ്ഞത്. ബൈഡൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറാത്ത പക്ഷം പാർട്ടി പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് നാൻസി പെലോസി നേരിട്ട് ബൈഡനോട് പറഞ്ഞത്. കാര്യങ്ങൾ മൊത്തം കുഴഞ്ഞു മറിഞ്ഞിരിക്കുമ്പോഴാണ് ബൈഡന് കോവിഡ് ബാധിച്ചത്. ട്രംപുമായുള്ള ആദ്യ ഡിബേറ്റിൽ തന്നെ ബൈഡന്റെ ഓർമ്മ പിശകും നാവ് പിഴയും പ്രായാധിക്യം കൊണ്ടുള്ള സ്റ്റാമിന കുറവുമെല്ലാം ചർച്ചയായിരുന്നു. ബൈഡനെ രോഗിയാക്കാൻ ട്രംപും കൂട്ടരും കിണഞ്ഞു പരിശ്രമിച്ചു. അത് അമേരിക്കൻ സമൂഹത്തിന് പല ചലനങ്ങളും ഉണ്ടാക്കി. അതിനു പിന്നാലെ നാറ്റോ ഉച്ചകോടിയിൽ ലോക നേതാക്കൾക്ക് മുന്നിലും ബൈഡന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തലപൊക്കി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ പ്രസിഡന്റ് പുടിൻ എന്നാണ് ബൈഡൻ സംബോധന ചെയ്തത്. അതും ഒരു തവണയല്ല, 2 തവണ. തെറ്റ് തിരിച്ചറിഞ്ഞ് ഉടൻ ബൈഡൻ അത് തിരുത്തിയെങ്കിലും ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. And now I want to hand it over to the president of Ukraine, who has as much courage as he has determination. Ladies and gentlemen, President Putin. എന്നാൽ ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിലെ പിശക് അതിലേറെ നാണക്കേടുണ്ടാക്കി. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റ് ട്രംപ് എന്നും സൈനിക മേധാവിയെ പരാമർശിക്കുമ്പോൾ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന വാക്ക് കിട്ടാതെ കുഴങ്ങിയ ബൈഡൻ ആദ്യം തെറ്റായി കമാൻഡർ ഇൻ ചീഫ് എന്നും പറഞ്ഞിരുന്നു. ഇതോടെ ലോക മാധ്യമങ്ങളൊക്കെ ബൈഡനെ പരിഹസിച്ചു തുടങ്ങി. അമേരിക്കയിൽ ബൈഡൻ മത്സരിക്കുന്നതിനോടുള്ള എതിർപ്പുകൾ ദിനം പ്രതി വർദ്ധിച്ചു വന്നു. 81 വയസ്സുകാരനായ ബൈഡൻ അവശനാണെന്ന് ബൈഡന്റെ അവസാനമാണ് ഇതുമെന്ന തരത്തിൽ ട്രംപിന്റെ ക്യാമ്പയിനുകൾ പൊടിപൊടിച്ചു. മൊത്തം അന്തരീക്ഷം ബൈഡനെതിരെയായിരിക്കുകയാണ് അത് നടന്നത്. ട്രംപിനെതിരായ വധശ്രമം, വെടിയേറ്റുണ്ടായ പരിക്ക് വകവയ്ക്കാതെ ട്രംപ് ക്യാമ്പയിനുകളിൽ നിന്ന് ക്യാമ്പയിനുകളിലേക്ക് തേരോട്ടം തുടരുന്നു. ഇമേജ് മാറ്റി എഴുതുന്നു. ഇതോടൊപ്പം പിടിച്ചു നിൽക്കാൻ ബൈഡന് കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ വ്യാപകമായി എതിർപ്പുയർന്നു. പിന്നാലെ കോവിഡും എത്തി. രോഗലക്ഷണങ്ങൾ കുറവാണെങ്കിലും കോവിഡിന് ശേഷം എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ബൈഡൻ ഉണ്ടാകുമെന്നത് ചോദ്യചിഹ്നമാണ്. ഈ സാഹചര്യത്തിലാണ് ഇലക്ഷനിൽ നിന്ന് പിന്മാറാമെന്ന് ബൈഡൻ ചിന്തിച്ചു തുടങ്ങുന്നത്. ശരി, ബൈഡൻ പിന്മാറിയാൽ മറ്റാരാകും ഡെമോക്രാറ്റുകളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി? നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പേര് ബൈഡൻ നിർദ്ദേശിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ലെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്. 4 വർഷങ്ങൾക്ക് മുമ്പ് US വൈസ് പ്രസിഡന്റ് പദവിയിലെത്തി ചരിത്രം കുറിച്ച കമല ഹാരിസ് ഇന്ത്യൻ വംശജയാണെന്നത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കമല ഹാരിസ് മത്സരിച്ചാലും വിജയിച്ചാലും അത് ചരിത്രമാണ്. അടുത്തിടെ അമേരിക്കൻ വോട്ടർമാർക്കിടയിൽ യുഗവ് നടത്തിയ സർവേയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളിൽ കമല ഹാരിസിനാണ് കൂടുതൽ ജനകീയത എന്നത് വ്യക്തമായിരുന്നു. 49% പേരും കമല ഹാരിസിനെ ഇഷ്ടപ്പെടുന്നു എന്നതായിരുന്നു റിപ്പോർട്ട്. ബൈഡൻ പിന്മാറിയാൽ കമലയ്ക്ക് സാധ്യതയേറുന്നതിനു പിന്നിലും ഈ ജനപിന്തുണ തന്നെയാണ്.